പാമ്പുകൾ എത്രത്തോളം അപകടകാരിയാണ് എന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അതിന്റെ തല വെട്ടിയിട്ടിട്ടും അത് ശത്രുവാണെന്ന് വിചാരിച്ചു സ്വന്തം ശരീരത്തിൽ തന്നെ കടിക്കുന്നു. എന്താണ് ഇതിനു കാരണം? പാമ്പുകൾക്ക് മറ്റു ജീവികളെ പോലെ ലവ് ഗ്ലാൻഡ് അഥവാ സ്നേഹഗ്രന്ഥി എന്നൊന്നില്ല. അതുകൊണ്ടാണ് പാമ്പുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുന്നത്. നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ലവ് ഗ്ലാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് സഹജീവികളെ സ്നേഹിക്കാൻ കഴിയുന്നത്. എന്നാൽ പാമ്പിനു അത് ഇല്ല. പാമ്പിന്റെ മൈൻഡിൽ ഇര പിടിക്കുക, ആക്രമിക്കുക, ഇണ ചേരുക, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാമ്പിനെ എത്ര സ്നേഹിച്ചു വളർത്തിയാലും അത് കടിക്കും. ലോകത്ത് ഏകദേശം 3700-ൽ അധികം പാമ്പിങ്ങളുണ്ട്. കിങ് കോബ്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പ്. പക്ഷേ കിങ് കോബ്രകൾ അനാവശ്യമായി മറ്റു ജീവികളിൽ വിഷം കുത്തിവയ്ക്കാറില്ല. ഭയപ്പെടുത്താൻ വേണ്ടി സാമ്പിൾ ഡോസ് മാത്രമാണ് സാധാരണയായി കടിക്കുമ്പോൾ കുത്തിവെക്കാറുള്ളൂ. അത് മറ്റു ജീവികളുടെ ജീവനു ഭീഷണിയാകാറില്ല. അത്ര വലിയ അപകടമോ ഇരയെ പിടിക്കാനോ വേണ്ടി മാത്രമേ വലിയ അളവിൽ വിഷം കുത്തിവെക്കാറുള്ളൂ. മറ്റു പാമ്പുകളെ അപേക്ഷിച്ചു കിങ് കോബ്ര ഒരു മാന്യനാണ്. പക്ഷെ മറ്റു പാമ്പുകൾ എല്ലാം അങ്ങനെ അല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റസ്സൽസ് വൈപ്പർ. അതായത് അണലി. സാർ കണ്ടാൽ പാവത്തെ പോലെ കിടക്കും എങ്കിലും വളരെ അപകടകാരിയാണ് അണലി. മൈലുകൾ 360 ഡിഗ്രിയിൽ തിരിഞ്ഞു കൊത്താൻ സാധിക്കുന്ന പാമ്പാണ് അണലി. മറ്റു പാമ്പുകളെ അപേക്ഷിച്ചു ഏറ്റവും അപകടകരമായ കടിയുള്ളതും അണലിക്കാണ്. അണലി കടിച്ചാൽ വിഷത്തിന്റെ ആന്റികോഗുലന്റ് ഗുണങ്ങൾ മൂലമുണ്ടാകുന്ന കഠിനമായ ആന്തരിക രക്തസ്രാവത്തോടൊപ്പം ഉണ്ടാകുന്ന തീവ്രമായ വേദനയും വീക്കവും ഇത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വയമേവയുള്ള രക്തസ്രാവത്തിനു കാരണമാകുകയും വളരെ പെട്ടെന്ന് കടിയേറ്റയാൾ ചാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. പാമ്പുകൾ മണം തിരിച്ചറിയുന്നത് നാവ് കൊണ്ടാണ്. കാലാവസ്ഥ മാറുന്നതിനു അനുസരിച്ചു ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനുള്ള കഴിവ് പാമ്പുകൾക്ക് ഉണ്ട്. എലി, പുല്ലു, വെട്ടിക്കിളി തുടങ്ങിയ ജീവികളെ പിടിച്ചു തിന്നുന്നതിനാൽ ഒരു തരത്തിൽ മനുഷ്യർക്ക് ഉപകാരമുണ്ട്, മറ്റൊരു തരത്തിൽ മനുഷ്യരുടെ ജീവനു ഭീഷണിയുമാണ്. എത്ര വലിയ ജീവിയെയും കൊല്ലാൻ കഴിയുന്ന അത്ര പവറുള്ള വിഷം കൊണ്ട് നടക്കുന്ന ജീവികളായ പാമ്പുകളെ ഭയക്കാത്തവരായി ആരും ഇല്ല.